بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. نحمد الله ونصلي ونسلم على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. പ്രിയമുള്ളവരെ, ദയാലുവായ അല്ലാഹു തആല അവന്റെ കാരുണ്യ വർഷം നമ്മുടെയും കുടുംബാംഗങ്ങളുടെയും മേൽ സദാ ചുരിഞ്ഞു തന്ന് അനുഗ്രഹിക്കട്ടെ. നാമും ബന്ധുമിത്രാദികളും ഒക്കെ അനുഭവിക്കുന്ന മാനസിക, ശാരീരിക, സാമ്പത്തിക പ്രയാസങ്ങളെല്ലാം ദൂരീകരിച്ച് സ്വസ്ഥതയും സമാധാനവും ആരോഗ്യവും ഐശ്വര്യവും അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കൊക്കെ അള്ളാഹു സ്വർഗം നസീബാക്കട്ടെ എന്ന ആമുഖമായി ദുആ ചെയ്യുകയാണ്. വിശുദ്ധമായ ദുൽഹിജ്ജയിലെ വെള്ളിയാഴ്ച രാവ്, അതിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ തൗഫീഖും റബ്ബിന്റെ വലിയ അനുഗ്രഹവുമാണ്. നമുക്കറിയാം, ദുൽഹിജ്ജക്ക് എത്രയോ ശ്രേഷ്ഠതയുണ്ട്. ദിവസങ്ങളുടെ കൂട്ടത്തിലെ നേതാവായ വെള്ളിയാഴ്ചക്കും മഹത്വമുണ്ട്. ഇത് രണ്ടും കൂടെ സംഗമിച്ചാലോ അതിന്റെ മഹത്വത്തിന്റെ അളവ് വർദ്ധിക്കുന്നതാണ്, വളരെ വലുതായിരിക്കും എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വർഷത്തെ ദുൽഹിജ്ജയിൽ ആദ്യത്തെ 10 ദിനരാത്രങ്ങളിൽ നമുക്ക് ഒരേ ഒരു വെള്ളിയാഴ്ചയും അതിന്റെ രാവുമാണ് ലഭിക്കാറുള്ളത്. അതുകൊണ്ട് അതിനെ അസുലഭവും അമൂല്യവുമായി നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വെള്ളിയാഴ്ചയും അതിന്റെ രാവും നമ്മൾ സാധാരണ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാൻ, സൂറത്തുൽ കഹ്ഫിന്റെ പാരായണം നടത്താനൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതിന് നമ്മൾ സമയം കണ്ടെത്തണം. അതോടൊപ്പം ഈ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾക്കിടയിൽ കടന്നു വരുന്ന ഒരേ ഒരു വെള്ളിയാഴ്ച, അതിന്റെ രാവ് എന്ന അർത്ഥത്തിൽ ആ സന്ദർഭങ്ങളിൽ അള്ളാഹുവിന്റെ രാജകീയ ദർബാറിലേക്ക് കൈകൾ ഉയർത്തി ഇസ്തിഗ്ഫാർ ചെയ്യാൻ, തൗബ ചെയ്യാൻ, ആത്മാർത്ഥമായി നമ്മുടെ പാപക്കറകളെല്ലാം കഴുകിക്കളയണമെന്ന ആഗ്രഹത്തോടെ റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങാൻ നമുക്കൊക്കെ സാധ്യമാകണം. ഇൻഷാ അള്ളാഹ്, ഒരു മനുഷ്യൻ ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോ, തൗബ ചെയ്യുമ്പോ, അള്ളാഹുവിനോട് എന്റെ പാപങ്ങൾ പുറത്തു തരണേ എന്ന് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുമ്പോ അയാൾക്ക് ഉപയോഗപ്പെടുത്താവുന്ന ദുആകളിൽ ചേർത്ത് വെക്കേണ്ട ശ്രേഷ്ഠമായൊരു ദുആ ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇസ്തിഗ്ഫാറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മികച്ചത്, ഇസ്തിഗ്ഫാറുകളുടെ സയ്യിദ്, നേതാവ് എന്നാണ് ആ ദിക്റിനെ കുറിച്ച്, ആ ദുആയിനെ കുറിച്ച് ഹദീസിൽ പരാമർശമുള്ളത്. ഒരാൾ ഈ ദിക്ർ, ഈ ദുആ ദിവസവും രാവിലെയും രാത്രിയും ചൊല്ലുന്നത് പതിവാക്കിയാൽ അയാളുടെ ഈമാൻ സലാമത്തായി സുഭദ്രമായി മരണപ്പെടാൻ അയാൾക്ക് കഴിയും. ഈമാൻ പഴച്ചു പോകാതെ, ഈമാൻ നഷ്ടപ്പെടാതെ നല്ല ഒരു മുഅ്മിനായി, നല്ല ഒരു ആഖിബത്ത് അള്ളാഹു അയാൾക്ക് സമ്മാനിക്കുമെന്നാണ്. അള്ളാഹു നമുക്കത് ചൊല്ലാൻ, ഏറ്റെടുക്കാൻ, പകർത്താൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ദുൽഹിജ്ജയുടെ മഹത്വത്തെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ആമുഖമായി 2 വാക്കുകൾ മാത്രം പറയട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭൂലോകത്തെ, ദുനിയാവിലെ ദിവസങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിനരാത്രങ്ങളാണ്. ഖുർആനിൽ പലയിടത്തും അല്ലാഹു തആല വളരെ ശ്രേഷ്ഠതയുള്ള, പവിത്രതയുള്ള പല സംഗതികളെയും സത്യം ചെയ്യാൻ, ശപഥം ചെയ്യാൻ എടുത്തുപയോഗിച്ചതായി കാണാൻ കഴിയും. അള്ളാഹു ചില സംഗതികളെ പിടിച്ച് സത്യം പറയുമ്പോൾ അതിന് ശ്രേഷ്ഠതയുണ്ട് എന്നതിന്റെ തെളിവാണത്. നോക്കൂ, നമുക്കൊക്കെ സുപരിചിതമായ, പ്രത്യേകിച്ച് ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിനരാത്രങ്ങളിൽ നമ്മൾ പതിവായി ചൊല്ലേണ്ട ഒരു സൂറത്തിന്റെ ആരംഭത്തിലുള്ള പരാമർശം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽഫജ്ർ വലയാലിൻ അശ്ർ വശഫഇ വൽവത്ർ. പ്രഭാതം, 10 രാത്രികൾ തന്നെയാണ് ശപഥം. ഈ സൂറത്ത് തുടങ്ങുന്ന ആയത്തുകളിലെ ആദ്യത്തെ 2 ആയത്തിന്റെ അർത്ഥമാണ് ഞാൻ ഈ പറഞ്ഞത്. പ്രഭാതം, അതുപോലെ 10 രാത്രികൾ തന്നെയാണ് സത്യം. അതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിനരാത്രങ്ങളാണ് എന്ന് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുന്നുണ്ട്. ഹജ്ജിന് വേണ്ടി ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് സത്യവിശ്വാസികൾ വിശുദ്ധമായ മക്കയിലേക്ക് ഒഴുകിയെത്തുന്ന സന്ദർഭങ്ങളാണിത്. മാത്രമല്ല, ഹജ്ജിന്റെ, ഉംറയുടെ ബഹുമുഖമായ നന്മകൾ കൈവരിക്കാൻ കഴിയുന്ന മുഹൂർത്തമാണിത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ 9 ദിവസം നോമ്പെടുത്തുകൊണ്ട് ധന്യമാക്കിയ സന്ദർഭങ്ങളാണിത്. മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷ്യം
പരിചയപ്പെടുത്തിയ സന്ദർഭങ്ങളാണിത്. അഥവാ ഒരാൾ ഒരു കർമ്മം ചെയ്താൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സമയം അത് ഈ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിനരാത്രങ്ങളുടെ സമയങ്ങളാണ് എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി വെള്ളിയാഴ്ചയുടെ മഹത്വത്തെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഖൈറു യൗമിൻ ത്വലഅത് അലൈഹി ശംസു യൗമുൽ ജുമുഅ. കിഴക്കിന്റെ ചക്രവാളത്തിൽ നിന്ന് സൂര്യൻ ഉദിച്ചുയരുന്ന ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമുള്ള ദിവസം അത് വെള്ളിയാഴ്ചയാണെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാവിൽ വെച്ചേറ്റം ശ്രേഷ്ഠമായത് തിരുനബി ഭൂജാതനായ രാവ് തന്നെ സാഹിബി. രാത്രികളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അത് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂജാതനായ ദിവസമാണ്. അതിൽ പിന്നെ ലൈലത്തുൽ ഖദ്റിനെന്ന പിന്നീട് ലൈലുൽ ജുമുഅത്തിനും എന്നാ രാവുകളുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠതയിൽ രണ്ടാമത് നിൽക്കുന്നത് ലൈലത്തുൽ ഖദ്ർ ആണെങ്കിൽ മൂന്നാമത് നിൽക്കുന്നത് വെള്ളിയാഴ്ചയുടെ രാത്രിയാണ്. വെള്ളിയാഴ്ചയുടെ രാത്രിക്ക് വലിയ പൂരിശയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രാത്രികളിലും ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, യൻസിലു റബ്ബുനാ തബാറക വ തആല കുല്ല ലൈലത്തിൻ ഇല സമാഇ ദുനിയ. ഭൂമിയുടെ ഉപരിലോകത്തുള്ള ആകാശത്തേക്ക് അല്ലാഹു തആല ഇറങ്ങി വരും. ഹീന യബ്ഖാ ഖുലുത്തുൽ ലൈലിൽ ആഖിർ. രാത്രി അവസാനിച്ച് പുലരുന്നതിന് മുമ്പുള്ള രാത്രിയുടെ 1/3 ശേഷിക്കുന്ന സമയത്ത് അല്ലാഹു തആല ഭൂമിയുടെ മുകളിലുള്ള ആകാശത്തേക്ക് ഇറങ്ങി വരുമത്രേ. പല ആളുകളും സുഖമായി കിടന്നുറങ്ങുകയാവും. നോക്കൂ, എന്നിട്ട് അല്ലാഹു വിളിച്ചു പറയും, മൻ യദഊനി ഫഅസ്തജീബു ലഹ്. ആരാണ് എന്നോട് ദുആ ചെയ്യാനുള്ളത്, ഞാൻ അവന് ഇജാബത്ത് നൽകുന്നതാണ്. മൻ യസ്അലുനി ഫഉതിയ. ആരാണോ എന്നോട് ആവശ്യങ്ങൾ ചോദിക്കാനുള്ളത്, ആ ചോദിച്ചവന് ഞാൻ അത് നൽകുക തന്നെ ചെയ്യും. മൻ യസ്തഗ്ഫിറു ലീ. ആരാണ് എന്നോട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ സന്നദ്ധനായിട്ടുള്ളത്, ഫഅഗ്ഫിറു ലഹ്. ഞാൻ അവന് പുറത്തു കൊടുക്കാൻ ഒരുക്കമാണ് എന്ന് അല്ലാഹു വിളിച്ചു പറയുമത്രേ. ഇതെല്ലാ രാത്രികളിലുമുണ്ട്. വെള്ളിയാഴ്ച രാത്രിയിൽ പ്രത്യേകിച്ച് ദുൽഹിജ്ജയുടെ ആദ്യത്തെ വെള്ളിയാഴ്ച രാത്രിയിൽ നമുക്കിത് വർദ്ധിപ്പിക്കാൻ, ഇതിനുള്ള അവസരങ്ങൾ കണ്ടെത്താൻ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മൾ തൗഫീഖുള്ളവരായി മാറേണ്ടതുണ്ട്. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇസ്തിഗ്ഫാറിന് വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കണം. നോക്കൂ, മഹാനായ ഒരു കവി രേഖപ്പെടുത്തുകയാണ്, ലയാലുൽ അശീരി ഔഖാത്തുൽ ഇജാബ ഫബാദിർ റഗബതൻ തൽഹഖു സവാബ അലാ വഖതലിൽ ഉമ്മാദി ഫീഹി സവാബുൽ ഖൈരി അഖറബു ലിൽ ഇസാബ മിൻ ഔഖാത്തിൽ ലയാലിൽ അശീരി ഹഖ്ഖ ഫശമ്മിർ വതുലുബൻ ഫീഹൽ ഇനാബ. എത്ര അർത്ഥവത്തായ വരികളാണത്. ലയാലുൽ അശ്രി ഔഖാത്തുൽ ഇജാബ. അല്ലാഹു തആല ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിനരാത്രങ്ങളിൽ അതിന്റെ രാത്രികളിൽ പ്രത്യേകിച്ച് ഇജാബത്തിന് വേണ്ടി സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ഫബാദിർ, സമയം കളയണ്ട, പെട്ടെന്ന് ഉപയോഗപ്പെടുത്തിക്കോളൂ. ഫബാദിർ, നീ പെട്ടെന്ന് വന്നോളൂ. റബ്ബത്തൻ, നല്ല താല്പര്യത്തോടുകൂടെ, എങ്കിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും. അറിയണേ, അല്ലാഹു എന്ത് നന്മ ചെയ്താലും അതിന്റെ പ്രതിഫലം നൽകുമെന്നുറപ്പുള്ള ഈ മറ്റൊരു ദിവസവുമില്ല. ഈ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിനരാത്രങ്ങളിലല്ലാതെ അള്ളാഹു പ്രതിഫലം തന്നിരിക്കും. അള്ളാഹു വലിയ പ്രിയത്തോടെ സന്തോഷത്തോടെ അടിമകളുടെ ചെറുതെങ്കിലും എല്ലാ നന്മകളെയും അള്ളാഹു സ്വീകരിക്കും. ഫശമ്മിൽ, അതുകൊണ്ട് ദുൽഹിജ്ജയുടെ രാത്രികളിൽ നീ ശ്രമിച്ചോളൂ, നീ ശ്രമിക്കുന്നവനായിക്കോളൂ. വത്തുലുബുൻ ഫീഹൽ ഇനാബ, ആ രാത്രികളിലൊക്കെ അള്ളാഹുവിനോട്, റബ്ബിലേക്ക് മടങ്ങി തൗബ നീ തേടിക്കോളൂ എന്നാണ് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നത്. നമുക്കൊക്കെ ഈ സന്ദർഭം അതിന് ഉപയോഗപ്പെടുത്താൻ കഴിയണം. ആ സമയത്ത് ചൊല്ലേണ്ട സയ്യിദുൽ ഇസ്തിഗ്ഫാറിനെ ഇൻഷാ അല്ലാഹ് നമ്മൾ പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത് നമ്മുടെ രക്ഷയുടെ മാർഗമാണ്. സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഈ മനുഷ്യന്മാരുടെ അവസ്ഥയൊക്കെ എത്ര വലിയ പരിതാപകരമാണ്. അൽ അജബു മിമ്മൻ യഗ്ലക് വമഅഹുൻ നജാതു. നശിച്ചു പോകുന്ന, ആത്മീയമായ വഴിയിൽ ദുർബലപ്പെട്ടു പോകുന്ന ആളുകളുടെ അവസ്ഥ അത്ഭുതം തന്നെ. വമഅഹുൻ നജാത്,
അവന്റെ കൂടെ രക്ഷപ്പെടാനുള്ള മാർഗം കയ്യിലുണ്ടായിരിക്കെ അദ്ദേഹത്തോട് കൂടെയുണ്ടായിരുന്ന സദസ്സിലുള്ളവർ ചോദിച്ചു, മമാഹിയ, നശിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർക്ക് രക്ഷപ്പെടാനുള്ള പിടിവള്ളി എന്താണ്? അവിടുന്ന് പറഞ്ഞു, അൽ ഇസ്തിഗ്ഫാർ, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യലാൻ. ഹബീബായ നബി തങ്ങൾ നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട്, നമുക്ക് പ്രചോദനം നൽകുന്നുണ്ട്, നമ്മോട് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശരാകരുത്. റബ്ബെന്നെ അവഗണിച്ചു എന്ന് നിങ്ങൾ തീർപ്പ് കൽപ്പിച്ചേക്കരുത്. നിങ്ങൾ വീണ്ടും വീണ്ടും അള്ളാഹുവിന്റെ പടിവാതിൽക്കലെത്തി അത് മുട്ടിക്കൊണ്ടിരിക്കണം. അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള ശ്രമം നടത്തണം. ഒരു ഹദീസ് എത്ര വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, അനീനുൽ മുസ്തഗ്ഫിരീൻ, അള്ളാഹുവിനോട് പാപമോചനം തേടുന്ന ആളുകളുടെ തേങ്ങിക്കരച്ചിലാണ് അള്ളാഹുവിന് ഇഷ്ടം. മിൻ സജ്ലിൽ മുസബ്ബിഹീൻ, തസ്ബീഹ് ചൊല്ലുന്ന ആളുകളുടെ ശബ്ദത്തെക്കാൾ, അള്ളാഹുവിനെ തസ്ബീഹ് ചൊല്ലുന്നവരുടെ സുബ്ഹാനല്ലാഹയുടെ ശബ്ദത്തെക്കാൾ അള്ളാഹുവിന് ഒരു പടി പ്രിയങ്കരമായത് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവരുടെ തേങ്ങിക്കരച്ചിലാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് കാര്യമെന്നറിയോ? നന്മ ചെയ്യുന്ന ആളുകൾ അറിയാതെയെങ്കിലും ഉള്ളിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാകും, എന്റെ ഈ നന്മയുടെ ബറക്കത്ത് കൊണ്ട്, ഈ നന്മയുടെ പോരിശ കൊണ്ട് എനിക്ക് നീ പുറത്തു തരണേ എന്ന്. പക്ഷേ പാപങ്ങളിൽ അകപ്പെട്ടവൻ ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് മടങ്ങി വരുമ്പോ അവന്റെ മനസ്സിൽ റബ്ബിനെ കുറിച്ചുള്ള പ്രതീക്ഷയല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരുടെ ശബ്ദവും അവരുടെ തേങ്ങിയുള്ള കരച്ചിലും അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമാണെന്നാണ്. മുഅ്മിനീങ്ങൾ, ഇസ്തിഗ്ഫാർ നമ്മൾ വർദ്ധിപ്പിക്കണം. ദുൽഹിജ്ജയുടെ ഈ വെള്ളിയാഴ്ച രാവിലെ നമ്മൾ അതിനുള്ള ഏറ്റവും നല്ല അവസരമായിട്ട് ഉപയോഗപ്പെടുത്തണം. നോക്കൂ, ഇനി സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഞാൻ പറയട്ടെ. അള്ളാഹു നമുക്കത് പഠിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. ഹദീസിലുണ്ട്, ആ ദിക്റാണ് അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. ഇതാണ് ആ ദിക്ർ. വളരെ ചുരുങ്ങിയ ഒരു ദിക്റാണ്. പരിചിതമല്ലാത്ത ആളുകൾക്ക് ഇത് പഠിക്കാം, ഇത് ഉപയോഗപ്പെടുത്താം, ഇതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യാൻ വേണ്ടി കൈ ഉയർത്തുമ്പോ ഈ ദുആ അതിനോട് ചേർത്ത് വെക്കണേ. അതിന്റെ മഹത്വം ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, മൻ ഖാലഹാ മിനൻ നഹാരി മൂഖിനം ബിഹാ, ഒരാൾ രാവിലെ എഴുന്നേറ്റ് ഉറച്ച മനസ്സോടെ ഇതിന്റെ അർത്ഥം ഗ്രഹിച്ച് അള്ളാഹുവിനോട് ഈ ദുആ ചെയ്താൽ ഫമാത മിൻ യൗമിഹി ഖബ്ല അൻ യംസിയ, അവൻ വൈകുന്നേരമാകുന്നതിന്റെ മുമ്പ്, പ്രദോഷമാകുന്നതിന്റെ മുമ്പ് മരണപ്പെട്ടാൽ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗ്ഗാവകാശി തന്നെയാണ്. വമൻ ഖാലഹാ മിനൽ ലൈൽ, ഒരാൾ രാത്രിയിലാണ് ഈ ദുആ ചെയ്തത്, എന്നിട്ട് രാവിലെ എഴുന്നേൽക്കുന്നതിന് മുമ്പേ അയാൾ മരണപ്പെട്ടാൽ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അയാൾ സ്വർഗ്ഗാവകാശി തന്നെയാണ്. കണ്ടോ, രാവിലെയും രാത്രിയും ഇത് പതിവാക്കിയാൽ എപ്പോൾ മരണപ്പെട്ടാലും ഈമാൻ സലാമത്താകും, അയാൾക്ക് സ്വർഗത്തിലെത്താൻ കഴിയും. സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഹദീസാണിത്. ഇതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരട്ടെ. അല്ലാഹുമ്മ അൻത റബ്ബി, അല്ലാഹുവേ നീ എന്റെ റബ്ബാണ്, നീ എന്റെ രക്ഷിതാവാണ്, നീ എന്റെ രക്ഷിതാവാണ്. ലാ ഇലാഹ ഇല്ലാ അൻത, റബ്ബേ നീ അല്ലാതെ ഇലാഹില്ല, നീ അല്ലാതെ ആരാധ്യനില്ല. ഖലഖ്തനി, നീ എന്നെ പടച്ചു. വ അന അബ്ദുക, ഞാൻ നിന്റെ വിനീത വിധേയനായ അടിമയാണ്. വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅതു, അല്ലാഹുവേ ഞാൻ കഴിവിന്റെ പരമാവധി നിന്നോട് ചെയ്ത കരാറിന്റെ മുകളിൽ തന്നെയാണ്. റബ്ബേ നന്മ ചെയ്യാമെന്നും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വക്താവായി ജീവിക്കാമെന്നും നീയാണ് ഞങ്ങളുടെ റബ്ബ് എന്നും സാക്ഷ്യപ്പെടുത്തി തന്നെ വന്നവനാണ് ഞാൻ. പരമാവധി ആ ചിന്തയിൽ തന്നെ ജീവിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. നോക്കൂ, അള്ളാഹുവിന്റെ മുമ്പിൽ വിനയം പ്രകടിപ്പിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, അഊദു ബിക മിൻ ശർരി മാ സ്വനഅതു,
അള്ളാഹുവേ, ഞാൻ ചെയ്തതിലൂടെ എന്നിൽ സംഭവിച്ചേക്കാവുന്ന ഷർറുകളിൽ നിന്ന്, എന്റെ തിന്മ കാരണം എനിക്കുണ്ടായേക്കാവുന്ന എല്ലാ ഷർറുകളിൽ നിന്നും നിന്നോട് ഞാൻ കാവൽ തേടുകയാണ്. റബ്ബേ, നീ എനിക്ക് ചെയ്തു തന്ന എത്രയോ അനുഗ്രഹങ്ങളുണ്ട്, അതൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. അതിനിടയിലും എന്റെ മാനസികമായ ഒരു ദൗർബല്യം കൊണ്ട്, എന്റെ മാനസികമായ ഒരു ചാബല്യം കൊണ്ട് ഞാൻ ചെയ്തു പോയ ആ തെറ്റിനെ ഞാൻ അതിനെ അംഗീകരിക്കുന്നു. ഫഗ്ഫിർലി, അതെനിക്ക് പുറത്തു തരണേ. കാരണം പാപങ്ങളെ നീയല്ലാതെ മറ്റാര് പൊറുക്കാനാണ്? റബ്ബിനോട് വിനയം കാണിച്ച് അവന്റെ അനുഗ്രഹങ്ങൾ അംഗീകരിച്ച് റബ്ബേ ചെയ്തു പോയത് എനിക്ക് പുറത്തു തരണേ. റബ്ബിന്റെ മുമ്പിൽ വിനയം പ്രകടിപ്പിച്ച് അവന്റെ അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞ് റബ്ബേ ചെയ്തു പോയത് എനിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞു ദുആ ചെയ്യുന്ന ദിക്റാണ്, ദുആ ആണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. നമുക്കിത് പഠിക്കണം, പകർത്തണം, വർദ്ധിപ്പിക്കാൻ കഴിയണം, വർദ്ധിപ്പിക്കണം ഇസ്തിഗ്ഫാറുകൾ എന്നാണ്. ഒരു ഹദീസിലുണ്ട്, തൂബാ ലിമൻ വജദ ഫീ സഹീഫത്തിഹി ഇസ്തിഗ്ഫാറൻ കസീറാ. നാളെ പരലോകത്ത് അല്ലാഹു നന്മ തിന്മകൾ രേഖപ്പെടുത്തിയ ഏടുകൾ തുറന്നു വെക്കുമ്പോൾ ആരുടെ ഏടിലാണോ കൂടുതൽ ഇസ്തിഗ്ഫാർ ഉള്ളത് അയാൾക്ക് സന്തോഷിക്കാം, അയാൾക്ക് പരലോകത്ത് സന്തോഷിക്കാം, അയാൾക്ക് സ്വർഗത്തിലെത്താം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ദയാലുവായ റബ്ബേ, കരുണക്കടലായ പടച്ചവനെ, ഞങ്ങൾ പറഞ്ഞതിനെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ പറഞ്ഞ ഈ കേട്ട നന്മയെ പകർത്താൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങളെല്ലാം ഞങ്ങൾക്ക് പൊറുക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ പൊന്നുമ്മാക്കും ബാപ്പാക്കും പൊറുക്കണേ അല്ലാ. ഞങ്ങളുടെ കൂടപ്പിറപ്പുകൾ, സ്നേഹം കൊണ്ട് കടപ്പെട്ടവർ, പരിചയങ്ങളിലുള്ളവർ എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാ. രോഗികളുണ്ട്, നീ അവർക്കൊക്കെ ശിഫ നൽകണേ അല്ലാ. മരണപ്പെട്ടു പോയവർ റബ്ബേ, അവരുടെ ഖബറിന്റെ ഇരുളിൽ നീ പ്രകാശം നിറക്കണേ തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, അവരെയും ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഈദുൽ ഹിജ്ജയുടെ ഈ അറഫ ദിവസത്തിന്റെ, പെരുന്നാൾ ദിവസത്തിന്റെ നന്മകളൊക്കെ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.